ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 100 ഡേ സ്റ്റഡി ചലഞ്ച്. നമ്മുടെ സ്റ്റഡി ചലഞ്ചിന്റെ 39ാമത്തെ ദിവസമാണ് ഇന്ന്. അടുത്തതായി ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ പുതിയ ടോപ്പിക്കാണ് ഇന്ന് നോക്കിയത്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന ടോപ്പിക്കായിരുന്നു ഇന്ന് പഠിച്ചത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അനുച്ഛേദം 1 മുതൽ 4 വരെ പറയുന്നത് യൂണിയനെയും ഭൂപ്രദേശങ്ങളെയും കുറിച്ചാണ്. നമുക്ക് ഓരോ അനുച്ഛേദങ്ങളും നോക്കാം. അനുച്ഛേദം 1. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 1. അനുച്ഛേദം 1 പ്രകാരം ഭാരതത്തിന്റെ ഭൂപ്രദേശം എന്നത് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഇന്ത്യ ഗവൺമെന്റ് ആർജിക്കുന്ന പ്രദേശങ്ങളും അടങ്ങിയതാണ്. അനുച്ഛേദം 1 പ്രകാരം ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ ഫെഡറലിസം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഭരണഘടനയിൽ ഒരു ഭാഗത്തും ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇനി എന്താണ് ഇന്ത്യൻ ഫെഡറേഷൻ? ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ച് ഡോക്ടർ BR അംബേദ്കറിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഡോക്ടർ BR അംബേദ്കറുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ ഫെഡറേഷൻ അമേരിക്കൻ ഫെഡറേഷൻ പോലെ ഒരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കരാറിന്റെ ഫലമല്ല. സംസ്ഥാനങ്ങൾക്ക് ഫെഡറേഷനിൽ നിന്ന് വേർപിരിയാൻ അവകാശമില്ല. അതായത് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഫെഡറൽ സിസ്റ്റം അമേരിക്കൻ ഫെഡറേഷൻ തമ്മിൽ തികച്ചും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് നോക്കാം. അമേരിക്ക ഒരുമിച്ച് ചേർന്ന ഒരു രാജ്യമാണ്, അതായത് കമ്മിങ് ടുഗദർ. എന്നാൽ ഇന്ത്യ ഭരണ സൗകര്യത്തിനായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ്, ഹോൾഡിംഗ് ടുഗദർ. അതായത് അമേരിക്ക സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് അവർ ഓരോ കോളനികളും ഓരോ സ്റ്റേറ്റുകളായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ആയി മാറിയതാണ്. എല്ലാം ഒരു ഒരു എന്താ പറയാ, ഒരു രാജ്യമായി മാറിയതാ. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യമേ ഒരു രാജ്യമാണ്. അതിൽ ഓരോ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തത് ഭരണ സൗകര്യത്തിന് വേണ്ടി ഡിവൈഡ് ചെയ്തതാണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് കമ്മിങ് ടുഗദർ ആണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഹോൾഡിംഗ് ടുഗദർ ആണ്. ഇനി അമേരിക്കൻ ഫെഡറേഷനെ കുറിച്ച് നോക്കാം. അമേരിക്കൻ ഐക്യനാടുകൾ രൂപപ്പെടുന്നതിന് മുമ്പ് അവിടെയുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യങ്ങളെ പോലെയായിരുന്നു. 1787 ഈ സ്വതന്ത്ര സംസ്ഥാനങ്ങൾ ഒത്തുചേരുകയും തങ്ങളുടെ പൊതുവായ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപപ്പെട്ടത്. ഇവിടെ സംസ്ഥാനങ്ങൾ ചേർന്നാണ് കേന്ദ്ര സർക്കാരിന് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് വലിയ അളവിൽ സ്വയം ഭരണാധികാരമുണ്ട്. ഒരു കരാറിലൂടെ ഒന്നിച്ചത് കൊണ്ട് തന്നെ തത്വത്തിൽ ഈ ഫെഡറേഷനിൽ നിന്ന് വേർപെട്ടു പോകാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നു. പിന്നീട് ആഭ്യന്തര യുദ്ധത്തിലൂടെ ഇത് ഇല്ലാതാക്കിയെങ്കിലും അടിസ്ഥാനം ഒരു കരാറാണ്. അപ്പം ഒരുപാട് ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ, അത് അന്ന് പരമാധികാരം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു, ചെറിയ ചെറിയ കോളനികൾ ഒത്തുചേർന്ന് ഉണ്ടായ ഒരു രാജ്യമാണ് അമേരിക്ക. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഇന്ത്യനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഫെഡറേഷൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ചരിത്രവും പശ്ചാത്തലവും ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഒരിക്കലും സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിന്നിട്ട് പിന്നീട് ഒരു കരാറിലൂടെ ഒന്നിച്ചു ചേർന്ന് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായതല്ല. ഇന്ന് ഇന്ത്യ എന്ന വലിയ രാജ്യം പണ്ടേ നിലവിലുണ്ട്. ഇന്ത്യ വളരെ വലുതും വൈവിധ്യമാർന്നതുമായ ഒരു രാജ്യമായതുകൊണ്ട് ഒരു കേന്ദ്രത്തിലിരുന്ന് മാത്രം ഭരിക്കുക എന്നെളുപ്പമല്ലായിരുന്നു. അതിനാൽ ഭരണ സൗകര്യത്തിനു വേണ്ടിയാണ് ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. അപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ്. എന്നാൽ അമേരിക്കയിൽ സംസ്ഥാനങ്ങൾക്കും വലിയ രീതിയിൽ തന്നെ അധികാരമുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് ഒന്നാം അനുച്ഛേദം എന്നത്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 1. ഇനി ഇന്ത്യൻ ഫെഡറേഷൻ നശിപ്പിക്കാനാവാത്ത ഒരു യൂണിയനാണ്. അമേരിക്കൻ ഫെഡറേഷനേക്കാൾ ഇന്ത്യൻ ഫെഡറേഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കനേഡിയൻ ഫെഡറേഷൻ സംവിധാനത്തോടാണ്. ഇന്ത്യൻ ഫെഡറേഷൻ കനേഡിയൻ ഫെഡറേഷനുമായി സാമ്യപ്പെടുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണെന്ന് നോക്കാം. ഒന്നാമത്തേത് രൂപീകരണത്തിലെ സാമ്യം.
കാനഡയും ഇന്ത്യയും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കരാറിന്റെ ഫലമായി ഉണ്ടായതല്ല. ഒരു വലിയ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി സംസ്ഥാനങ്ങളായി വിഭജിക്കുകയാണ് ചെയ്തത്. യൂണിയൻ എന്ന പദത്തിന് മുൻഗണന നൽകുന്നതിലൂടെ ഇന്ത്യയും കാനഡയും തമ്മിൽ സാമ്യപ്പെടുന്നുണ്ട്. അതുപോലെ കേന്ദ്രീകൃത പ്രവണതയിലൂടെ രണ്ട് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ അധികാരമുള്ളത്. അമേരിക്കയിൽ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ അധികാരമെങ്കിലും ഇന്ത്യയിലും കാനഡയിലും കേന്ദ്രത്തിനാണ് മേൽക്കൈ വരുന്നത്. അതുപോലെ ഇന്ത്യയും കാനഡയും പിന്തുടരുന്നത് ക്വാസി ഫെഡറൽ അഥവാ അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ അവരുടെ ഫെഡറേഷൻ സംവിധാനത്തിൽ വലിയ സാമ്യതകളുണ്ട്. അത് വളരെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ അമേരിക്കൻ ഫെഡറലിസവും ഇന്ത്യൻ ഫെഡറലിസവും തമ്മിൽ വലിയ രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ഫെഡറേഷനും കനേഡിയൻ ഫെഡറേഷൻ തമ്മിൽ വളരെയധികം സാമ്യതകളും ഉണ്ട്. ഇനി അടുത്ത ഭാഗമാണ് ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയിൽ. രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് സഹായിക്കുന്ന സംവിധാനമാണ് ഫെഡറൽ സംവിധാനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സവിശേഷമായ സവിശേഷതകളിലൊന്നാണ് അതിന്റെ ഫെഡറൽ ഘടന. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലെയും പോലെ ഇന്ത്യയുടേതൊരു ശുദ്ധമായ ഫെഡറലിസം, പ്യുവർ ഫെഡറലിസം അല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും അതോടൊപ്പം വിഭജന കാലത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ഫെഡറൽ സവിശേഷതകളും ഏകീകൃത സവിശേഷതകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക വ്യവസ്ഥയാണ് രൂപകൽപ്പന ചെയ്തത്. അപ്പം ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ഫെഡറൽ സവിശേഷതകളും അതുപോലെ ഏകീകൃത യൂണിറ്ററി സവിശേഷതകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഒരു പ്യുവർ ഫെഡറലിസം അല്ല ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, പകരം ഏകീകൃത സവിശേഷതകളും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ഫെഡറലിസം ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഫെഡറൽ സംവിധാനം എന്ന ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും സാധിക്കുന്നത് ഫെഡറലിസത്തിലൂടെയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഫെഡറൽ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകളും വിസ്തൃതിയുമെല്ലാം പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 1. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഷെഡ്യൂൾ ഒന്നിലാണ് സംസ്ഥാനങ്ങളുടെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വിസ്തൃതി, അതിർത്തി, അതുപോലെ പേരുകളൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ അനുച്ഛേദം 1 നോക്കി, ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് എന്നാണ് 1ാം അനുച്ഛേദം പറയുന്നത്. പിന്നെ നമ്മൾ ഫെഡറലിസം നോക്കി. ഇനി നമുക്ക് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ 1ാമത്തെ ഏറ്റവും പ്രധാനമായ സവിശേഷത. ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം എന്നിവയെല്ലാം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിറ്ററി സവിശേഷതകൾ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഫെഡറൽ സവിശേഷതകളും യൂണിറ്ററി സവിശേഷതകളും കൂട്ടിയോജിച്ച ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിറ്ററി സവിശേഷതകൾ നോക്കാം. ശക്തമായ കേന്ദ്രം, തകർക്കാനാവാത്ത സംസ്ഥാനങ്ങൾ, ഏക ഭരണഘടന, പഴക്കമുള്ള ഭരണഘടന, സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിലെ തുല്യതയില്ലായ്മ, അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ, ഏക പൗരത്വം, സംയോജിത നീതിന്യായ വ്യവസ്ഥ, ഓൾ ഇന്ത്യ സർവീസ്,
സംയോജിത ഓഡിറ്റ് വ്യവസ്ഥ, സംസ്ഥാന ലിസ്റ്റിന് മുകളിലുള്ള പാർലമെന്റിന്റെ അധികാരം, ഗവർണറുടെ നിയമനം, സംയോജിത തിരഞ്ഞെടുപ്പ് വ്യവസ്ഥ, സംസ്ഥാന ബില്ലുകൾക്ക് മുകളിലുള്ള വീറ്റോ അധികാരം എന്നിവ ഇന്ത്യയുടെ യൂണിറ്ററി സവിശേഷതകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏക പൗരത്വം. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏക പൗരത്വമാണ്. എന്നാൽ അമേരിക്കയിൽ ഡുവൽ പൗരത്വമാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് വേറെ പൗരത്വം വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലുള്ള ആളുകൾക്കും ഉള്ളത് ഇന്ത്യൻ എന്നൊരു ഏക പൗരത്വമാണ് വരുന്നത്. ഇന്ത്യൻ നാഷണാലിറ്റിയാണ് വരുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന തൂണുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ലിഖിത ഭരണഘടന. ഇന്ത്യയുടേത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇത് കേന്ദ്ര സംസ്ഥാന അധികാരങ്ങളെ കൃത്യമായി സംരക്ഷിക്കുന്നു. ഭരണഘടനയുടെ പരമാധികാരം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അധികാരം ഭരണഘടനയ്ക്കാണ്. കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ ഭരണഘടനയ്ക്ക് മുകളിൽ പോകാനാകില്ല. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരമുണ്ട്. അപ്പൊ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട 3 തൂണുകളാണിവ. ലിഖിത ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവ പ്രധാനപ്പെട്ട തൂണുകളാണ്. ഇനി നമുക്ക് അനുച്ഛേദം 2 നോക്കാം. പാർലമെന്റിന് യുക്തമെന്ന് തോന്നുന്ന നിബന്ധനകളിൽ മേൽ നിയമം വഴി പുതിയ സംസ്ഥാനങ്ങളെ യൂണിയനിൽ പ്രവേശിപ്പിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യാവുന്നതാണ് എന്ന് പരാമർശിക്കുന്നു അനുച്ഛേദം 2-ൽ. അപ്പോൾ പുതിയ സംസ്ഥാനങ്ങളെ യൂണിയനിൽ പ്രവേശിപ്പിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് അനുച്ഛേദം 2-ൽ പറയുന്നത്. അനുച്ഛേദം 2 പാർലമെന്റിന് നൽകുന്ന 2 പ്രധാന അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ പാർലമെന്റിന് അനുച്ഛേദം 2 വഴി കിട്ടുന്ന പ്രധാനപ്പെട്ട 2 അധികാരങ്ങളെ കുറിച്ച് നോക്കാം. പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് സ്വീകരിക്കുക. നിലവിൽ തന്നെ നിലനിൽക്കുന്ന എന്നാൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു പ്രദേശത്തെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുക. പുതിയ സംസ്ഥാനങ്ങൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. ഇതുവരെ ഒരു സംസ്ഥാനമായി രൂപപ്പെടാത്ത പുതിയൊരു പ്രദേശത്തെ വികസിപ്പിച്ച് ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുക. ഇവ രണ്ടും പാർലമെന്റിന് അനുച്ഛേദം 2 വഴി ലഭിക്കുന്ന അധികാരങ്ങളാണ്. ഇനി നമുക്ക് അനുച്ഛേദം 2 ഉപയോഗിച്ച് ഏറ്റവും മികച്ച ഉദാഹരണമാണ് സിക്കിം. അതായത് ഈ അനുച്ഛേദം 2 ഉപയോഗിച്ച് ചെയ്ത ഇതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഉപയോഗിച്ചതിനുള്ള ഉദാഹരണങ്ങളാണ്. അതിൽ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സിക്കിം. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സിക്കിം ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. അതൊരു സ്വതന്ത്ര രാജഭരണ പ്രദേശമായിരുന്നു. പിന്നീട് 1974-ൽ സിക്കിം ഇന്ത്യയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് പാർലമെന്റ് 35-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിക്കിമിനൊരു സഹസംസ്ഥാന പദവി നൽകി. ഇതിനായി ആർട്ടിക്കിൾ 2 ക്ലോസ് എ കൂട്ടിച്ചേർത്തു. പിന്നീട് 1975-ൽ 36-ാം ഭേദഗതിയിലൂടെ സിക്കിമിനെ പൂർണ്ണമായും ഇന്ത്യയുടെ 22ാമത് സംസ്ഥാനമായി യൂണിയനിലേക്ക് ചേർത്തത് ഈ അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അനുച്ഛേദം 2-നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സിക്കിം ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ പാർലമെന്റിന് യുക്തമെന്നത് ഓർക്കണം, പാർലമെന്റിനാണ് കേട്ടോ. പാർലമെന്റിന് യുക്തമെന്ന് തോന്നുന്ന നിബന്ധനകളിൽ മേൽ നിയമം വഴി പുതിയ സംസ്ഥാനങ്ങളെ യൂണിയനിൽ പ്രവേശിപ്പിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 2. ഈ അനുച്ഛേദം 2 ഉപയോഗിച്ചതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സിക്കിം ഇന്ത്യയുടെ ഭാഗമായത്. ഇനി അനുച്ഛേദം 3-ലോട്ട് പോകാം. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ വിസ്തീർണമോ അതിരുകളോ പേരുകളോ മാറ്റുന്നതുമായി സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 3. അതായത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതുപോലെ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിരുകൾ കൂട്ടിച്ചേർക്കാം, കുറക്കാം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം, അതിന്റെ വിസ്തീർണം അളവൊക്കെ കുറക്കാൻ കഴിയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നത് അനുച്ഛേദം 3-ലാണ്. പാർലമെന്റിന് നിയമം വഴി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ പാർലമെന്റിന് നിയമം വഴി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും
ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഭൂപ്രദേശത്തെ വേർപെടുത്തിയോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളെയോ സംസ്ഥാന ഭാഗങ്ങളെയോ കൂട്ടിയോജിപ്പിച്ചോ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാവുന്നതാണ്. ഇതിനെല്ലാം ഒരു നിയമം പാസ്സാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് അല്ല. നിയമം വഴി മാത്രമേ പാർലമെന്റിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു സംസ്ഥാനത്തിന്റെയും വിസ്തീർണം കൂട്ടാവുന്നതാണ്. ഏതൊരു സംസ്ഥാനത്തിന്റെയും വിസ്തീർണം കുറക്കാവുന്നതാണ്. ഏതൊരു സംസ്ഥാനത്തിന്റെയും അതിരുകൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഏതൊരു സംസ്ഥാനത്തിന്റെയും പേര് മാറ്റം വരുത്താവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പാർലമെന്റിന് അനുച്ഛേദം 3 പ്രകാരം ഒരു നിയമം പാസാക്കിക്കൊണ്ട് നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തിയോ പേരോ മാറ്റാൻ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരണമെങ്കിൽ 2 പ്രധാന നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ അനുവാദം വാങ്ങിയിരിക്കണം. സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടലാണ് അടുത്തത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതി അത് ബാധിക്കപ്പെടുന്ന സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് അവരുടെ അഭിപ്രായം അറിയാനായി അയച്ചു കൊടുക്കണം. ഇതിനായി ഒരു നിശ്ചിത സമയം അനുവദിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങൾ, സംസ്ഥാനത്തിന്റെ അതിർത്തിയിലോ പേരിലൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരണം. ഈ ബില്ല് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 2 നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. അതൊന്ന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയാണ്. രണ്ടാമത്തേത് സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടലാണ്. ഇനി ഇന്ത്യയിൽ ഈ വകുപ്പ് ഉപയോഗിച്ച് നിരവധി തവണ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അനുച്ഛേദം 3 ഉപയോഗിച്ചതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. 2000-ൽ മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തരാഖണ്ഡ്, ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് എന്നിവ രൂപീകരിച്ചു. അപ്പോ ആദ്യം 2000-ലാണ് മധ്യപ്രദേശിനെ 2ആക്കി മധ്യപ്രദേശും ഛത്തീസ്ഗഡും ആയി മാറിയത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തരാഖണ്ഡ്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയതും ബീഹാറും ജാർഖണ്ഡും സെപ്പറേറ്റ് ആയതും 2000-ലാണ്. ഇത് ഈ അനുച്ഛേദം 3-നുള്ള ഉദാഹരണങ്ങളാണ്. 2014-ൽ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന രൂപീകരിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പുതിയതായി വന്ന ഒരു സംസ്ഥാനമാണ് തെലുങ്കാന. ഇനി 2019-ൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതും, അഥവാ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതും ഈ പാർലമെന്ററി അധികാരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇവക്കുള്ള ഉദാഹരണങ്ങളാണ്. അനുച്ഛേദം 3 വഴി പാർലമെന്റിന്റെ നിയമം പാസാക്കുന്നത് വഴി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവ. അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ സംസ്ഥാനങ്ങളുടെ രൂപീകരണം സംഭവിച്ചത്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന വിഭജനം സംഭവിച്ചത് ഏത് അനുച്ഛേദം പ്രകാരമാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 3 ഇനി നമുക്ക് അടുത്തൊരു ഭാഗം നോക്കാം. അമേരിക്കയെ തകർക്കാനാവാത്ത സംസ്ഥാനങ്ങളുടെ തകർക്കാനാവാത്ത യൂണിയൻ എന്ന് വിളിക്കുന്നു. അതായത് അമേരിക്കയിലുള്ള സംസ്ഥാനങ്ങളെ അതിന്റെ അതിർത്തി കൂട്ടാനോ കുറക്കാനോ പറ്റൂല. കാരണം ഓരോ സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് ഒരു രാജ്യം ഉണ്ടായതാണ്. എന്നാൽ ഇന്ത്യയിൽ പാർലമെന്റിന് സംസ്ഥാനങ്ങളുടെ ഭൂപടം മാറ്റി വരക്കാൻ സാധ്യമായതുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ അവിഭക്ത യൂണിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ പറയുന്ന ഒരു ഇതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. വിഭജിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ അവിഭക്ത യൂണിയൻ എന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത് തകർക്കാനാവാത്ത സംസ്ഥാനങ്ങളുടെ തകർക്കാനാവാത്ത യൂണിയൻ എന്നാണ്. അപ്പൊ ഇത്രയുമാണ് അനുച്ഛേദം 3-മായി ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് അടുത്ത അനുച്ഛേദത്തിലോട്ട് പോകാം. അനുച്ഛേദം 4. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു വകുപ്പ് മാറ്റണമെങ്കിൽ അനുച്ഛേദം 368 പ്രകാരം പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള, അതായത് സ്പെഷ്യൽ മജോറിറ്റിയോടെയുള്ള വലിയൊരു ഭരണഘടനാ ഭേദഗതി പ്രക്രിയ ആവശ്യമാണ്. എന്നാൽ അനുച്ഛേദം 368-ൽ പറഞ്ഞിരിക്കുന്ന ഭേദഗതി പ്രക്രിയ പിന്തുടരാതെ 1-4 ഷെഡ്യൂൾ പാർലമെന്റിന് ഭേദഗതി ചെയ്യാം എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 4. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു വകുപ്പ് മാറ്റണമെങ്കിൽ അനുച്ഛേദം 368 പ്രകാരമുള്ള സ്പെഷ്യൽ ഭൂരിപക്ഷത്തോടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് വലിയൊരു പ്രോസസ് തന്നെ ഉണ്ട്. എന്നാൽ 1-4 ഷെഡ്യൂള് പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ ഈ അനുച്ഛേദം 368-ൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണം എന്നില്ല എന്ന് പറയുന്ന, അതിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 4. ഇനി നമുക്ക് അപ്പോൾ അനുച്ഛേദം 4-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക്
ഫെഡറലിസം എന്താണെന്ന് നോക്കാം. രണ്ടു തരത്തിലുള്ള ഗവൺമെന്റുകളെ, അതായത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഫെഡറലിസം. അതായത് കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും ഈ രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിനെ ഫെഡറലിസം എന്നാണ് പറയുന്നത്. ചില ഫെഡറേഷനുകളിൽ ദ്വിപൗരത്വ സമ്പ്രദായം നിലനിൽക്കുന്നു. അതായത് സംസ്ഥാനത്തിനൊരു പൗരത്വം, രാജ്യത്തിനൊരു പൗരത്വം എന്ന രീതിയിൽ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പൗരത്വ സമ്പ്രദായം ഏക പൗരത്വമാണ്. ജനങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള സ്വത്വങ്ങളും കൂറും ഉണ്ടായിരിക്കും. ഒന്ന് പ്രാദേശികവും മറ്റൊന്ന് ദേശീയവുമായ കൂറുണ്ടാകും. അതായത് ജനങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള, നമ്മളൊരു ഇന്ത്യക്കാരനാണ് എന്നൊരു കൂറും ഉണ്ടാകും. അതിൻ്റെ ഒപ്പം നമ്മളൊരിപ്പോ കേരളത്തിലുള്ള ആളാണെങ്കിൽ ഞാനൊരു കേരളീയനാണ് എന്നൊരു കൂറുണ്ടാകും. അതുപോലെ തമിഴ്നാട്ടുകാരനാണെങ്കിൽ തമിഴ്നാടിനോട് ഒരു കൂറുണ്ടാകും. എന്നാൽ അതിനോട് യോജിച്ച് തന്നെ അതേപോലെ ഞാനൊരു ഇന്ത്യക്കാരനാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊരു കൂറ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കേരളക്കാരനാണ് എന്നൊരു കൂറും നമുക്കുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്നത്. ഒന്ന് പ്രാദേശികവും ഒന്ന് ദേശീയവുമായ സ്വത്വവും കൂറും ഉണ്ടായിരിക്കും ജനങ്ങൾക്ക്. ഒരു ഫെഡറേഷന്റെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് പരസ്പര വിശ്വാസം, സഹകരണം, ബഹുമാനം, നിയന്ത്രണം എന്നിവ. ഒരു ഫെഡറൽ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന നിലയിൽ ആദ്യം രൂപം കൊണ്ട ഫെഡറലിസമാണ് അമേരിക്കൻ ഫെഡറലിസം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫെഡറൽ രാഷ്ട്ര വ്യവസ്ഥ എന്ന രീതിയിൽ ആദ്യം രൂപം കൊണ്ട ഫെഡറലിസമാണ് അമേരിക്കൻ ഫെഡറലിസം. ഇനി നമുക്ക് ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ നോക്കാം. വ്യത്യസ്ത ഗവൺമെന്റുകൾ ഒരേ പൗരനെ തന്നെ ഭരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഓരോ ഗവൺമെന്റിനും നിയമനിർമ്മാണത്തിനും നികുതിയിലും ഭരണത്തിലും അതിൻ്റെതായ അധികാര പരിധിയുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റിനും നിയമം നിർമ്മിക്കാം, അതുപോലെ സംസ്ഥാന നിയമസഭകൾക്കും നിയമം നിർമ്മിക്കാം. അതിന് ചില വ്യത്യസ്തമായ വിഷയങ്ങളിലാണ്. എല്ലാ വിഷയത്തിലും സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അതുപോലെ രണ്ടിനും ഒരുപോലെ പറ്റുന്ന നിയമം നിർമ്മിക്കാൻ പറ്റുന്ന പല വിഭാഗങ്ങളും ഉണ്ട്. ഓരോ തലത്തിലുമുള്ള ഗവൺമെന്റിന്റെ നിലനിൽപ്പും ആധികാരികതയും ഭരണഘടന നിയന്ത്രിക്കുന്നു. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം കോടതികൾക്കാണ്. വ്യത്യസ്ത തലങ്ങളിലുള്ള ഗവൺമെന്റുകൾക്കിടയിൽ തർക്കമുണ്ടാകുമ്പോൾ കോടതി മധ്യസ്ഥത വഹിക്കുന്നു. അതായത് ഇനിയിപ്പോ സംസ്ഥാനങ്ങളുടെ മേൽ എല്ലാ അധികാരം ഉപയോഗിച്ചും എന്തും ചെയ്യാൻ കേന്ദ്രത്തിന് പറ്റില്ല. അവിടെ കോടതിയാണ് അവിടുത്തെ മധ്യസ്ഥത വഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന നിബന്ധനകൾ കേന്ദ്രത്തിന് മാത്രം തിരുത്താൻ കഴിയില്ല. അത്തരം തിരുത്തലുകൾക്ക് രണ്ട് തരത്തിലുള്ള ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. ധനകാര്യ സ്വയം ഭരണം ഉറപ്പാക്കുന്നതിനായി ഓരോ തലത്തിലുമുള്ള ഗവൺമെന്റുകളുടെയും വരുമാന സ്രോതസ്സുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, പ്രാദേശികമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നിവ ഫെഡറലിസത്തിന്റെ രണ്ട് ലക്ഷ്യങ്ങളാണ്. അപ്പോൾ രാജ്യത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുക, സംരക്ഷണം, അതുപോലെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നിവ ഫെഡറലിസത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വരുന്നത്. അതായത് ഒരു പൗരനെ രണ്ട് ഗവൺമെന്റിനും ഭരിക്കാനുള്ള അധികാരമുണ്ട് എന്നതാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയെ അർദ്ധ ഫെഡറൽ എന്ന് വിളിക്കുന്നത്, ക്വാസി ഫെഡറൽ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം ഉണ്ടെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്ന ചില വ്യവസ്ഥകൾ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് പ്രശസ്തനായ നിയമവിദഗ്ധനായ KC വയർ ഇന്ത്യയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചു. കേന്ദ്രത്തിന് കൂടുതൽ ശക്തി നൽകുന്ന ചില ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ചില കാര്യങ്ങളിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ടെങ്കിലും ചില പ്രത്യേക കാര്യങ്ങളിൽ അത് കേന്ദ്രത്തിന് മാത്രമാണ്. ആ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഏക പൗരത്വം. അമേരിക്കയിലേതുപോലെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വമില്ല. എല്ലാ ജനങ്ങൾക്കും ഇന്ത്യൻ പൗരത്വം മാത്രമേയുള്ളൂ. അടുത്തത് അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ, അതായത് എമർജൻസി പ്രൊവിഷൻസ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, അതായത് ആർട്ടിക്കിൾ 352, 356, 360 എന്നിവ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഇന്ത്യയുടെ ഫെഡറൽ ഘടന പൂർണ്ണമായും മാറി ഒരു കേന്ദ്രീകൃത രാജ്യം പോലെ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിലാകും.
അതായത് അപ്പൊ സംസ്ഥാനങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടാകൂല. ഈ ഫെഡറൽ സംവിധാനം മാറി ഒരു യൂണിറ്ററി സംവിധാനമായി മാറും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മളിത് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം തകരും. അതിന് പകരം ഒരു യൂണിറ്ററി സംവിധാനമായിരിക്കും. ഇനി ഗവർണറുടെ പങ്ക്. കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഗവർണർമാർ വഴിയാണ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ മേൽനോട്ടം ഉറപ്പാക്കുന്നത്. അപ്പോ ഗവർണറുടെ പങ്ക്, സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ മേൽനോട്ടം, കേന്ദ്രത്തിന്റെ ഒരു കൈ വരുന്നത് ഗവർണർമാർ വഴിയാണ്. ഇനി അവിഭക്ത രാജ്യം, വിഭജിക്കാവുന്ന സംസ്ഥാനങ്ങൾ അടുത്തൊരു പോയിന്റ് ആണ്. പാർലമെന്റിന് വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി മാറ്റാനോ പേര് മാറ്റാനോ പുതിയ സംസ്ഥാനം രൂപീകരിക്കാനോ സാധിക്കും. സംസ്ഥാനങ്ങളുടെ അനുമതി നിർബന്ധമല്ലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലും കേന്ദ്രത്തിനാണ് അധികാരം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ക്വാസി ഫെഡറൽ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടന ഫെഡറൽ ആണെങ്കിലും അതിന്റെ ആത്മാവ് ഏകീകൃതമാണ്. അതായത് ഫെഡറൽ ഇൻ സ്ട്രക്ചർ ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചറിൽ മാത്രമാണ് ഫെഡറൽ വരുന്നത്. അതിന്റെ സ്പിരിറ്റ്, ആത്മാവ് വരുന്നത് യൂണിറ്ററി, ഏകീകൃതമാണ്. സമാധാന കാലത്ത് ഒരു ഫെഡറൽ രാജ്യം പോലെയും പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഏകീകൃത രാജ്യം പോലെയും പ്രവർത്തിക്കാൻ പാകത്തിലാണ് ഇന്ത്യയുടെ ഫെഡറലിസം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, സംവിധാനത്തിലുള്ള, ഭരണഘടനാ സംവിധാനത്തിലുള്ള ഒരു വലിയ പ്രത്യേകതയാണിത്. സമാധാനപരമായ കാലത്ത് ഫെഡറൽ രാജ്യമായിട്ടും നിലനിൽക്കും. അതുപോലെ പ്രതിസന്ധി കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഏകീകൃത രാജ്യമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്ക് വിവിധ ഫെഡറേഷനുകളെ കുറിച്ച് നോക്കാം. കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഒരു കൂട്ടം സ്റ്റേറ്റുകൾ ഒരുമിച്ച് വന്ന് ഒരു വലിയ ഫെഡറേഷനായി മാറുന്ന രീതിയാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഉദാഹരണം USA, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ. നമ്മൾ പറഞ്ഞു ഒരുപാട് സ്റ്റേറ്റ്സിന്റെ യൂണിയനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് തന്നെയാണ് അതിന്റെ പേര് വരെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുപോലെ സ്വിറ്റ്സർലാൻഡും ഓസ്ട്രേലിയയും ഒക്കെ കമ്മിങ് ടുഗദർ ഫെഡറേഷന് ഉദാഹരണങ്ങളാണ്. ഇനി ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഒരു രാജ്യം അതിന്റെ അധികാരങ്ങൾ സംസ്ഥാന ദേശീയ ഗവൺമെന്റുകൾക്ക് വീതം വെച്ചു നൽകുന്ന രീതിയാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഈ വിഭാഗത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിനെ അപേക്ഷിച്ച് അധികാരം കൂടുതലായിരിക്കും. പലപ്പോഴും ഫെഡറേഷന്റെ വിവിധ ഘടക യൂണിറ്റുകൾ അസമമായ അധികാരമുണ്ട്. യൂണിറ്റുകൾക്ക്, അതായത് പലപ്പോഴും ഫെഡറേഷന്റെ വിവിധ യൂണിറ്റുകൾക്ക് അസമമായ അധികാരമുണ്ട്. ഒരു സമമായ അധികാരമല്ല ഉള്ളത് എന്നാണ് പറയുന്നത്. ചില യൂണിറ്റുകൾക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. ഇനി ഉദാഹരണം ഇന്ത്യ, സ്പെയിൻ, ബെൽജിയം ഒക്കെ ഇതിനുള്ള ഉദാഹരണമാണ്. ഈ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷന്റെ ഉദാഹരണമായിട്ടുള്ള രാജ്യങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് രാഷ്ട്രം എന്ന് നോക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനത അറിയപ്പെടുന്നത് രാഷ്ട്രം എന്നാണ്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നതാണ്. അപ്പോൾ രാജ്യം അതുപോലെ രാഷ്ട്രം ഇത് രണ്ടും വ്യത്യസ്തമായ കൺസെപ്റ്റ് ആണ്. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനത അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ജനങ്ങളുടെ മേലുള്ള പരമമായ അധികാരം ഇന്ത്യൻ ഗവൺമെന്റിനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു ജനത അറിയപ്പെടുന്നത് രാഷ്ട്രം എന്നാണ്. ഇനി രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും നോക്കാം. ജനങ്ങൾ. രാഷ്ട്ര രൂപീകരണത്തിന്റെ അനിവാര്യ ഘടകമാണ് ജനങ്ങൾ. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് പരസ്പര ധാരണ, പരസ്പരാശ്രയത്വം, പൊതു താല്പര്യം എന്നിവ. രാഷ്ട്രത്തിന്റെ രൂപീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. രാഷ്ട്രത്തിന്റെ രൂപീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അമിതമായ ജനസംഖ്യയും. അപ്പൊ അവിടുത്തെ എന്താ പറയാ, ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു രാഷ്ട്രം അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
ഇനി ഭൂപ്രദേശം. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ മറ്റൊരു ഘടകമാണ് ഭൂപ്രദേശം. അതായത് കൃത്യമായ ഒരു ഭൂപ്രദേശം വേണം. ആ ഭൂപ്രദേശത്ത് ജനങ്ങളും വേണം. ആ ജനങ്ങളുടെ മേലിൽ ആ രാജ്യത്തിന്, അവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അധികാരവും വേണം. അപ്പോഴാണ് ഒരു രാഷ്ട്രം രൂപപ്പെടുന്നത്. കൃത്യമായ അതിർത്തികളോട് കൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിനുണ്ടാവണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിര താമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അതിർത്തിക്കുള്ളിൽ വരുന്ന കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ് ഭൂപ്രദേശം. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മുടെ അതിർത്തിക്കുള്ളിലുള്ള കരമേഖല, അതുപോലെ ജലമേഖല, അതായത് കടലിൽ നിന്ന് ഇത്ര ദൂരം വരെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ വായു, ഇത്ര ഉയരം വരെയുള്ള ഭാഗം, തീരപ്രദേശത്തിന്റെ ഭാഗം, ആ ഭാഗങ്ങളൊക്കെ ഒരു ഭൂപ്രദേശമായിട്ട് നമ്മൾ കണക്കാക്കും. രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കാത്ത ഘടകമാണ് ഭൂപ്രദേശത്തിന്റെ വലിപ്പം. അപ്പൊ ഭൂപ്രദേശത്തിന്റെ വലിപ്പം ഒരിക്കലും രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്നില്ല. കാരണം ചെറിയ രാജ്യങ്ങളുണ്ട്. ഏറ്റവും വത്തിക്കാൻ ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. പിന്നെ അതുപോലെ തന്നെ ഖത്തർ, അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യ ഒരുപാട് വലിയ രാജ്യമാണ്, റഷ്യ വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിന്റെ ഘടകത്തെ രൂപീകരണത്തിനെ ഭൂപ്രദേശത്തിന്റെ വലിപ്പം ഒരിക്കലും സ്വാധീനിക്കുന്നില്ല. ഓക്കെ, ഇനി ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഇതെന്താ നോക്കാം. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെ കടലും ഭൂപ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കും. ഈ മേഖല ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യ അതിന്റെ മൂന്നിൽ 2 ഭാഗവും കടലായി ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പം ഈ ഭാഗത്ത് നിന്ന്, ഈ തീരപ്രദേശത്ത് നിന്ന് 22 മീറ്റർ അകലെ വരെയുള്ള കടലിന്റെ ഭാഗം മുഴുവൻ ഇന്ത്യയുടേതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് വരുന്ന മറ്റു സഞ്ചാരികൾ ആരെങ്കിലും വന്നാൽ അവരെ പിടിക്കാനും അതിനെതിരെ നടപടി സ്വീകരിക്കാനൊക്കെ ഉള്ള അധികാരം ഇന്ത്യക്കുണ്ട്. അപ്പൊ അതും ഇന്ത്യയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അനുമതിയില്ലാതെ ഈ മേഖലയിൽ പ്രവേശിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. അപ്പം അത് അനധികൃതമായി വരുന്നതായി കണക്കാക്കും. ഇന്ത്യയിൽ നമുക്കിപ്പോ ഒരു പാസ്പോർട്ട് വേണം മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ. അപ്പോൾ അതേപോലെ തന്നെ ഈ 22 മീറ്ററിന്റെ അകത്തോട്ട് പ്രവേശിക്കുന്നത് നമ്മുടെ സേന അഥവാ പോലീസിനോ പട്ടാളത്തിനൊക്കെ പിടിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് ഗവൺമെന്റ്. രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുമായ രാഷ്ട്രത്തിന്റെ ഘടകമാണ് ഗവൺമെന്റ്. രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെന്റ് നിർവഹിക്കേണ്ട ചുമതലകൾ ഏതൊക്കെയെന്ന് നോക്കാം. ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക, രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങൾ നടപ്പിലാക്കുക, നീതി ഉറപ്പാക്കുക എന്നിവ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വിവിധ തരം ഗവൺമെന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. രാജഭരണം, സൈനിക ഭരണം, പട്ടാള ഭരണം, ജനാധിപത്യ ഭരണം, സുൽത്താൻ ഭരണം ഇവയൊക്കെ വിവിധ തരം ഗവൺമെന്റുകളാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടണമെങ്കിൽ ഉള്ള ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇതാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ. പരമാധികാരം എന്നാൽ പരമമായ അധികാരം എന്നാണ് അർത്ഥം. ഇതിന് 2 വശങ്ങളുണ്ട്. ആഭ്യന്തര പരമാധികാരം, അതുപോലെ ബാഹ്യ പരമാധികാരം. ആഭ്യന്തര പരമാധികാരം എന്നാൽ രാജ്യത്തിനകത്തുള്ള എല്ലാ വ്യക്തികൾക്കും സംഘടനകൾക്കും മേൽ നിയമം നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള പൂർണ്ണ അധികാരമാണ് ആഭ്യന്തര പരമാധികാരം. ഇനി ബാഹ്യ പരമാധികാരം എന്താണെന്ന് നോക്കാം. മറ്റു വിദേശ രാജ്യങ്ങളുടെയോ ശക്തികളുടെയോ ഇടപെടലുകളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ സ്വന്തം വിദേശ നയങ്ങളും തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പരമാധികാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ 2 പരമാധികാരവും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതായത് മറ്റു വിദേശ രാജ്യങ്ങളുടെ ശക്തികളുടെയോ ഇടപെടലിന്റെയോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ തന്നെ നമ്മുടെ രാജ്യത്തിന് നിയമങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ബ്രിട്ടൻ ആയിരുന്നു പല നിയമങ്ങളും ഇന്ത്യൻ ജനങ്ങളുടെ മേൽ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയല്ല, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഈ പരമാധികാരത്തിന്റെ ഒരു
വലിയൊരു പോയിന്റാണ്. മറ്റ് വിദേശ രാജ്യങ്ങളുടെയോ ശക്തികളുടെയോ ഇടപെടലുകളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ സ്വന്തം വിദേശ നയങ്ങളും തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ആ രാജ്യത്തിനുണ്ടെങ്കിലാണ് അതിന് പരമാധികാരം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രത്തിന്റെ ചുമതലകൾ ഏതൊക്കെയെന്ന് നോക്കാം. പൊതുനന്മ അഥവാ ജനക്ഷേമം എല്ലാ രാഷ്ട്രങ്ങളുടെയും ചുമതലയാണ്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞത് ജെർമി ബെന്താമാണ്. പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നത് രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതലയായി കണക്കാക്കിയ ഗ്രീക്ക് ചിന്തകന്മാരാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. ഇനി രാഷ്ട്രത്തിന്റെ ചുമതലകളെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നിർബന്ധിതമായ ചുമതല, ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ, അതുപോലെ വിവേചനപരമായ ചുമതല, ഡിസ്ക്രിഷണറി ഫംഗ്ഷൻ. അപ്പോൾ ഒബ്ലിഗേറ്ററി ഫംഗ്ഷനും ഡിസ്ക്രിഷണറി ഫംഗ്ഷനും രാഷ്ട്രത്തിന്റെ രണ്ട് ചുമതലകളാണ്. അപ്പൊ ഇത് ഓരോന്ന് നോക്കാം. രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ടതും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതുമായ ചുമതലകളാണ് നിർബന്ധിതമായ ചുമതല. നിർബന്ധിതമായ ചുമതലകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ എന്നിവ നിർബന്ധിതമായ ഒരു രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലകളാണ്. ഇനി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളെയാണ് വിവേചനപരമായ ചുമതല എന്ന് പറയുന്നത്. വിവേചനപരമായ ചുമതലകളിൽ പെടുന്നതാണ് ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക എന്നിവ. ഇനി രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ദൈവദത്ത സിദ്ധാന്തം. രാഷ്ട്രം സൃഷ്ടിയാണ്. രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. ഇത് ബ്രിട്ടനിലെ ആദ്യകാലത്തെ ചിന്താഗതിയായിരുന്നു. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ദൈവദത്ത സിദ്ധാന്തം. ഇനി പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമ പ്രക്രിയകളുടെ ഫലമായി രൂപം കൊള്ളുന്നു എന്ന സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. അടുത്തതാണ് ശക്തി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ശക്തി സിദ്ധാന്തം. പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്ന രാഷ്ട്രത്തെ ദേശരാഷ്ട്രം എന്നാണ് പറയുന്നത്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായത് പരിണാമ സിദ്ധാന്തമാണ്. അപ്പോൾ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ എല്ലായിടത്തും കൂടുതൽ സ്വീകാര്യത ലഭിച്ച സിദ്ധാന്തം പരിണാമ സിദ്ധാന്തമാണ്. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്നു എന്നതാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഇനി ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് എന്ന പുസ്തകം രചിച്ചത് പി രാജീവ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് എന്ന പുസ്തകം രചിച്ചത് പി രാജീവ് എന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന ഭാഗത്ത് നിന്ന് ഞാൻ ഇന്ന് പഠിച്ചത്. ഇതിൽ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര പോയിന്റ്സ് കളക്ട് ചെയ്താണ് ഈ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലെ 4 പ്രധാനമായിട്ടും യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദങ്ങൾ, ഷെഡ്യൂൾ 1ൽ പറയുന്ന 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദങ്ങളെ കുറിച്ചാണ് യൂണിയനും ടെറിട്ടറിയും ഭൂപ്രദേശങ്ങളെയും യൂണിയനെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പോർഷൻ ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക് ഇവിടെ അവസാനിച്ചു. താങ്ക് യു. ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ തിരുത്തി തരേണ്ടതാണ്. കാരണം ഞാനും നിങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ചിലപ്പം വല്ല മിസ്റ്റേക്സ് ഒക്കെ വരാം. ആരെങ്കിലും പൂർണ്ണമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറഞ്ഞു തരണം. ഓക്കെ, താങ്ക് യു.